ಇಮಾಮ್ ಅಬು ಹನೀಫ ಚಂತಿಲ್ಲ, ನಂದ ಮದ್ಹಬರನ್ನು ನಿಂಗೆ ಫಾಲೋ ಹಾಕೊಂಡು. ಇಮಾಮ್ ಮಾಲಿಕ್ ಚಂತಿಲ್ಲ, ನಂದ ಮದ್ಹಬರನ್ನು ನಿಂಗೆ ಫಾಲೋ ಹಾಕೊಂಡು. ഇമാം ഷാഫിയും ചെന്നില്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇങ്ങ ആരും ചെന്നില്ല. പക്ഷെ അല്ലാഹു ചൊന്നൂറു അങ്ങ ചൊല്ലണ്ട. അത് അല്ലാഹു പഠിപ്പാട്ടിരു. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ വഴിപ്പെടണം, അവന്റെ റസൂലിനെ വഴിപ്പെടണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള പണ്ഡിതന്മാർ, ഫുഖഹാക്കളായ മഹാന്മാർ, അവരെ നിങ്ങൾ അനുസരിക്കണേ. ഇത് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ് മൗലവി. ഇമാം ഷാഫി എന്നെ പിൻപറ്റണമെന്ന് പറയണ്ട. ഇമാം അബൂ ഹനീഫ തങ്ങൾ ഓ ജനങ്ങളെ നിങ്ങൾ എന്നെ അനുസരിച്ചോ എന്ന് പറയണ്ട. ഇമാം മാലിക് തങ്ങൾ ജനങ്ങളെ നിങ്ങൾ എല്ലാവരും എന്നെ പിൻപറ്റണേ എന്ന് പറയണ്ട. അവരെ പിൻപറ്റാൻ യജമാനനായ റബ്ബ് ഖുർആനിൽ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് മുസ്ലിമീങ്ങൾ പിൻപറ്റുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങളോ ശിഷ്യന്മാരിൽ നിന്നും അങ്ങനെ വന്നതായിട്ടിക്കരുത്. അല്ല, അത് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് വന്നതാ. എല്ലാരും അങ്ങനെ ഒരു അഭിപ്രായ ഒന്നിന്നെങ്കിൽ ഹദീസ് എന്നൊന്ന് പറയുമ്പോ അങ്ങനെ അഭിപ്രായത്തെ അങ്ങ് ബലിച്ചെറിഞ്ഞിട്ട് അങ്ങ് ഹദീസ് എടുത്തോണ്ടിരുന്നാറ് ചൊന്തുള്ളതായിട്ടിക്കരുത് നിങ്ങൾക്ക് കാണുക സാധ്യാവോ? ഞങ്ങളെ അഭിപ്രായത്തെ ബലിച്ചെറിയുടെ എന്തിനാ ബലിച്ചെറിയൂ? ബലിച്ചെറിയുക എന്തത്? ബീഡിന്റെ പാക്ക് അത് ബലിച്ചെറിയൂ. അല്ലേ കൊറിയ പള്ളിക്കിടങ്ങ് പോയെങ്കിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ചൊന്തു ഇമാം ഓതിയെങ്കിൽ ആമീൻ ചൊല്ലുമ്പോൾ ഞങ്ങ മാത്രം ഇക്കറ ಬೇರೆ ಇದಕ್ಕೆ ಇದಂದ್ರೋ ಉಸ್ತಾದ್ರೊಟ್ಟಿಗೆ പോയി ಪಲ್ಕ ಬರಜೆ ಓ ಕುಚ್ ನೈ ಮೈ ಅನಫಿ. ജാഹിലെ അനഫി മദ്ഹബിൽ ആമീൻ ഇല്ലെന്ന് ആരാ പറഞ്ഞത്? അനഫി മദ്ഹബിൽ ആമീൻ ഉണ്ട്, പക്ഷേ സിറ നിലക്ക് ചൊല്ലണോന്നാ, ജഹ്റാക്കണോ മെല്ലെ ചൊല്ലണോ എന്ന വിഷയത്തിലാണ് ഷാഫി മദ്ഹബിലും അനഫി മദ്ഹബിലും ഖിലാഫ്. ഫഅമ്മിനു ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു. ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ ചൊല്ലണം എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. ആമീൻ ചൊല്ലണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഉറക്ക ചൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു. ഷാഫി ഇമാം പറഞ്ഞു ഉറക്കാനെ ചൊല്ലണോ. അത്രയേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസം. അവർ മെല്ലെ ചൊല്ലുന്നു, നമ്മൾ ജോറ് ചൊല്ലുന്നു, രണ്ടാളും ചൊല്ലുന്നു, ഒരു പ്രശ്നവും ഇല്ല ഇതിൽ. അത്രേ ഉള്ളൂ. അതിലിപ്പോ ആകാശ ഇടിഞ്ചി വീഴണമെന്നും ഇല്ലല്ലോ. അവർ മെല്ലെ ചൊല്ലുന്നു, നമ്മൾ ജോറ് ചൊല്ലുന്നു, അത്രേ ഉള്ളൂ. ഈ പോയത്തന്നെ അത് മനസ്സിലായിട്ടില്ല. അണപ്പി ചൊല്ലുകൊള്ളത് ഹദീസ് ಬಂದ ഹദീസ് ഞങ്ങൾ മനസ്സിലാക്കണോ. അവിടെ പിന്നെ ചാപ്പി അണപ്പിണ്ടെന്നില്ല. ചാപ്പി അങ്ങനൊന്നുമില്ല. ഷാഫിയാണ്, അത് ഉച്ചരിക്കാൻ പോലും അറിയുന്നില്ല. ഖുർആനും ഹദീസ് അതേറ്റിക്കറ് അങ്ക് ചിലപ്പോ ആ ഹദീസ് കിട്ടിത്തിക്കല. അങ്ക് ഹദീസ് കിട്ടിത്തിക്കല, കിട്ടിയ മഹാനായി കിടിയാള്. അപ്പൊ കൊറിയാൽ ഇങ്ക് കിട്ടാത്ത ഹദീസ് നിങ്ങക്ക് കിട്ടമാ. അണ്ടത്തെ കാലത്തില് ബുഖാരിയെ പോലത്തെ ഇങ്ങനെ ഇമാം ബുഖാരിയെ പോലത്തോ ഇമാം മുസ്ലിമിനെ പോലത്തെ ആൾമാർ ബന്ധ പ്രത്യേകമായിട്ട് സഹീഹുൽ ബുഖാരി അല്ലെങ്കിൽ സഹീഹുൽ മുസ്ലിം പോലത്തെ ഉണ്ട് ഞങ്ങൾക്ക് കണ്ട് കിതാബ് പോലെ അണ്ട് കിതാബ് ഇല്ലാത്ത സഹോദരന്മാരാ. അണ്ട് കിതാബ് ഇല്ലാത്ത സബുൽ അങ്ക് ഹദീസ് കിട്ടിയിട്ടില്ല. അത് ഈ വിവരക്കേട് പറയുന്നതിന് മുമ്പ് നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ എഴുതി വെച്ചതൊന്ന് വായിച്ചു വന്നുകൂടെ മൗലവി? ഇബ്നു തൈമിയ റഫുൽ മലാം അനിൽ അഹിമത്തിൽ അലാം എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, സുബ്ഹാനല്ലാഹ്, കേട്ടോ എന്താണ് അദ്ദേഹം പറയുന്നത്? ബലില്ലദീന കാനു ഖബ്ല ജംഇ ഹാദിഹി ദവാവീനി അഅലമ ബിസ്സുന്നah. ഈ കിതാബുകളൊക്കെ സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ആ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കുന്നതിനേക്കാൾ മുമ്പ് ജീവിച്ച 4 മദ്ഹബിന്റെ ഇമാമീങ്ങള് അവരെല്ലാവരും പിന്നീട് വന്നവരെക്കാൾ ഏറ്റവും ഹദീസ് അറിയുന്നവരായിരുന്നു. എന്തുകൊണ്ട്? അന്ന കസീറം മിമ്മാ ബലഗഹും, അവർക്ക് ആ ഇമാമീങ്ങൾക്ക് എത്തിയ അധികം ഹദീസുകളും വസഹ ഇൻദഹും, അവരടുക്കൽ സ്വഹീഹായ ഹദീസുകളും ഖദ് ലാ യബ്ലുഗുനാ ഇല്ലാ അൻ മജ്ഹൂലിൻ, ചിലപ്പോൾ അതിന്റെ ശേഷമുള്ളവർക്ക് ലഭിക്കുമ്പോ ഒരു മജ്ഹൂലായ റാവി മുഖേന ആയിരിക്കും കിട്ടുക. ഔ ബി ഇസ്നാദി മുൻഖതിൻ, അല്ലെങ്കിൽ മുറിഞ്ഞുപോയ സനദ് മുഖേന ആയിരിക്കും കിട്ടുക. ഔ ലാ യബ്ലുഗുനാ ബിൽ കുല്ലിയ, അല്ലെങ്കിൽ ചിലപ്പോ
തീരെ കിട്ടിയില്ല എന്ന് വന്നേക്കാം. ഫകാനത്ത് ദവാവീനുഹും സുദൂറഹുമുല്ലതി തഹവി അൽആഫ മാ ഫീ ഹാദി ദവാവീനി. അതുകൊണ്ട് തന്നെ ഷാഫി ഇമാമിനെ പോലെയുള്ള അബൂ ഹനീഫ ഇമാമിനെ പോലെയുള്ള മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ അവരുടെ ഹൃദയം തന്നെയായിരുന്നു. ലക്ഷക്കണക്കിന് ഹദീസുകൾ ക്രോഡീകരിക്കുന്ന ഗ്രന്ഥമായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാനായിരുന്നു. വഹാദാ അംറുൻ ലാ യശുക്കു ഫീ, ഇതിൽ ഒരാളും സംശയിക്കുകയില്ല. മൻ അലിമൽ ഖളിയ, വിഷയം അറിയുന്ന ഒരാള് ഈ വിഷയത്തിൽ സംശയം പ്രകടിപ്പിക്കൂല. ആരാ പറഞ്ഞത്? ഇവിടെ വന്ന ജംഇയ്യത്തെ അഹ്ലെ ഹദീസിന്റെ നേതാവ് ഇബ്നു തൈമിയ റഫ്ഉൽ മലാം എന്ന ഗ്രന്ഥത്തിന് 35-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഷാഫി ഇമാമിനെ പോലെയുള്ള മദ്ഹബിന്റെ ഇമാമിങ്ങൾ പിന്നീട് വന്നവർ ആ കിതാബ് രചിച്ച ആ കിതാബിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ഹദീസുകൾ അവർക്ക് മനപ്പാടമുണ്ടായിരുന്നു. ഇതൊക്കെ മൂടി വെച്ചിട്ടാണ് ഈ മൗലവി ഇവിടെ കബളിക്കുന്നത്. അകലിത്തും ഉസ്താദ്മാരിലും കിട്ടിയതായോ ഹദീസ് പ്രಕಾರ അങ്ങണ്ടും അങ്ങനെ റായത്തുള്ള ആൾമാർക്ക് വിഷയ തെരിപ്പാട്ടി കൊടുത്തോണ്ടിരുന്നോ? പെണ്ണുങ്ങ പള്ളിക്ക് പോണ്ട വിഷയത്തില് ഇമാം അടുത്തത് അയാൾ പറഞ്ഞെന്താ? സ്ത്രീകൾ പള്ളിക്ക് പോകുന്ന വിഷയം. അതെങ്ങനെയെങ്കിലും ഇവർക്കൊന്ന് കിട്ടണം. വന്നിട്ട് പെണ്ണുങ്ങ ഒന്ന് പള്ളിക്ക് വന്ന് കിട്ടണം. അതിന് ഭയങ്കര പേച്ചാടുന്ന കൂട്ടരാണ് ഇവര്. പെണ്ണുങ്ങ പള്ളിക്ക് പോണ്ട വിഷയത്തില് ഇമാം ഷാഫിയുടെ ഫസ്റ്റ് അഭിപ്രായം പള്ളിക്ക് പോണ്ടത് ഇഷ്ടമില്ലാണ്ടെങ്കിൽ ഇമാം ഷാഫിയുടെ പിന്നത്തെ പുതിയ അഭിപ്രായ പള്ളിക്ക് പോണ്ടത് ജായിസ് ഐത്തിക്കറ് ചൊന്തുള്ളത് ഐത്തിക്കറ്. ഇത് ഞങ്ങൾ ഉസ്താദ്മാർ ചെല്ലില്ല. ഉസ്താദ്മാർ ചൊല്ലത് ഇക്കട്ടെ. അവിടെ നിങ്ങളെ നേതാക്കന്മാർ ചൊന്നത് ഫസ്റ്റ് ചൊല്ലു. ഉസ്താദ്മാർ ചൊല്ലത് അവിടെ ഇക്കട്ടെ. നിങ്ങളെ നേതാക്കന്മാർ എഴുതിയ ആ ഫത്വ മുന്നിൽ വെച്ചിട്ട് ചർച്ചാക്കുക നിങ്ങ ഉള്ളാറാ? നാണ് നിങ്ങളെ നേതാക്കന്മാരെ ഫത്വ ഞാൻ വായിക്കട. ഇവിടെ ആറ് നിങ്ങളെ ഒരു നേതാവ് ഈ അടുത്ത് സൗദിയിൽ ഇപ്പോഴെ മരിച്ചിനാ ഇല്ലെനക്ക് അറിയില്ല. അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്. അബ്ദുൽ മുഹ്സിൻ എന്ന് പറയുന്ന മൗലവി, അയാളോട് ഒരു ക്വസ്റ്റ്യൻ കേൾക്കട്ടെ. എന്താ ക്വസ്റ്റ്യന്? അയ്യുഹുമാ അഫ്ളലു ലിൽ മർഅ, ഒരു പെണ്ണിന് സ്ത്രീക്ക് ഏറ്റവും നല്ലത് ഏതാ? അൻ തുസല്ലിയ തറാവീഹ ഫീ ബൈതിഹാ മുൻഫരിദ, തറാവീഹ് നിസ്കാരം പുരയിൽ വെച്ച് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണോ? ഔ ഫീ മസ്ജിദി ജമാഅ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജമാഅത്ത് അടക്കുന്ന പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കലാണോ നല്ലത്? ആരുടെ ക്വസ്റ്റ്യന്? സലഫിരെ ലീഡറായ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ചൊല്ലെ ഒരു മൗലവി, സൗദിയുടെ മൗലവി. ആ സൗദിയുടെ സലഫി മൗലവി അയാൾ ആൻസർ ആക്കട്, സ്വലാത്തുൽ മർഅതി ഫീ ബൈതിഹാ അഫ്ളലു, ഒരു പെണ്ണിന്റെ നിസ്കാരം പുരയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഫീ ജമീഇൽ അഹ്വാൽ, അത് തറാവി മാത്രമല്ല എല്ലാ സന്ദർഭത്തിലും. ഫിൽ ഫറാഇലി വന്നവാഫിലി, ഫർള് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും ഏറ്റവും ശ്രേഷ്ഠമായത് പെണ്ണ് ഔത്തുൽ നിസ്കരിക്കുന്നതായി തിക്കട്. ഇനി തീന്നില്ല. എന്നൊരു ക്വസ്റ്റ്യൻ നോക്കൂ. സുആൽ ഹൽ ഈതികാഫുൻ നിസാഇ ഫിൽ ഹറമിൻ നബവി, ഉംറക്കോ ഹജ്ജിനോ പോയാൽ, ഞങ്ങൾ രായത്ത് പെണ്ണിങ്ങ പോണ്ടാറില്ലേ ഉംറത്തുക്കും ഹജ്ജുക്കും, ആ പെണ്ണിങ്ങ ഹറം ഷരീഫിൽ പോയിട്ട് ഈതികാഫ് ദയിക്കരുതാ അഫ്ളലു, ഏറ്റവും നല്ലത് ശ്രേഷ്ഠമായത്? അം ജുലൂസുഹുന്ന ഫീ ബുയൂതിഹിന്ന മാ ദിക്രി ദലീൽ, അല്ല ഔത്തിലെ ദയിക്കരുതാ നല്ലത്, അല്ലെങ്കിൽ റൂമിൽ ദയിക്കരുതാ നല്ലത്? എവിടെ? മസ്ജിദുൽ ഹറാമില്. മസ്ജിദുൽ ഹറാമില്, മക്കത്തെ പള്ളിയില് 1 ലക്ഷം പ്രതിഫലമുള്ള ആ മസ്ജിദുൽ ഹറാമില് അവിടെ ഉംറത്തിന് പോയ പെണ്ണിങ്ങ മസ്ജിദുൽ ഹറാമിൽ ഈതികാഫ് ദയിക്കണ അല്ല റൂമിലെ ദയിക്കണ? സലഫി മൗലവിരുടെ ക്വസ്റ്റ്യൻ. സലഫി മൗലവിയുടെ ആൻസർ എന്തോ? ജുലൂസുഹുന്ന ഫീ ബുയൂതിഹിന്ന അഫ്ളലു, അങ്ങ് ഹറമിൽ പോയി ദയിക്കണ്ട, അങ്ങ് റൂമിൽ ദയിക്കട അഫ്ളലായി തിക്കട്. വലാ ശക്ക, സംശയമേ ഇല്ല അതില്. ലിഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, കാരണം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിര് സ്വലാത്തുൽ മർഅതി ഫീ ബൈതിഹാ അഫ്ളലു, ഒരു പെണ്ണിന്റെ നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി കേട്ട ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. വേറൊരു ക്വസ്റ്റ്യൻ അയാളോട്. അയ്യുഹുമാ അഫ്ളലുൽ മർഅതി ലത്തി ജാഅത് ലിൽ ഹജ്ജി, ഹജ്ജിന് വന്ന ഒരു പെണ്ണുങ്ങള് എവിടെ നിസ്കരിക്കണം?
അൻ തുസല്ലിയ ഫിൽ ഫുന്ദുഖി, ആ പെണ്ണ് താമസിക്കുന്ന ഹോട്ടലിന്റെ റൂമിലാണോ നിസ്കരിക്കേണ്ടത്, അല്ലദീ തസ്കുനു ഫീ, അവൾ താമസിക്കുന്ന ലോഡ്ജ് ഉണ്ടല്ലോ റൂം, അതിലാണോ നിസ്കരിക്കേണ്ടത്, അം ഫിൽ മസ്ജിദിൽ ഹറാമി അവിൻ നബവി, അല്ല മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലേക്ക് പള്ളിക്ക് പോയിട്ട് പെണ്ണുങ്ങ നിസ്കരിക്കണ, ഹോട്ടലിൽ എടുത്ത റൂമിൽ നിസ്കരിക്കണ? ഇത് ആർ ആൻസർ ആക്കടോ? സുന്നിയല്ല, സലഫി മൗലവി. സലഫി മൗലവി ആൻസർ എന്തോ, അർ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂല് അഖ്ബറ അറിപ്പാട്ടിര് ബി അന്ന സ്വലാത്തൻ നിസായി ഫീ ബുയൂതിഹിന്ന, പെണ്ണിന്റെ നിസ്കാരം അവളെ വീട്ടിൽ അവളെ റൂമിൽ, സവാഉൻ കാനത്ത് തിൽക്കൽ ബുയൂത്തും മംലൂക, ആ റൂം അവളെ സ്വന്തം റൂം ആവട്ടെ, ഔ മുസ്തഅ്ജറ, അല്ലെങ്കിൽ ബാഡികക്ക് പിടിച്ച റെന്റിക്ക് പിടിച്ച റൂം ആവട്ടെ, ഖൈറുൽ ലഹുന്ന, അതായിത്തിക്കട് പെണ്ണിങ്ങക്ക് നല്ലത് അങ്ങ് പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കണ്ട. എവിടെ? ഹജ്ജിക്ക് പോയ പെണ്ണിങ്ങ മസ്ജിദുൽ ഹറാമിൽ പോയിട്ട് നിസ്കരിക്കാണ്ട് അങ്ങ് താമസിക്കട റൂമിൽ തെച്ച് നിസ്കരിക്കുന്നു ചെന്നിട്ടു പഠിപ്പാട്ടോ? നാണല്ല സലഫിയുടെ മൗലവി. ഇതെന്തിക്ക് നിങ്ങൾ മൂടി വെച്ചോ? ഉസ്താദ്മാർ പഠിപ്പാട്ടല്ലേ? നിങ്ങളെ മൗലവിമാർ എഴുതിയ ഫത്വ ഇത് ഓതിട്ട് പഠിപ്പാട്ടൊക്കെ നിങ്ങൾ തയ്യാറുള്ളാരാ? നിങ്ങളെ മൗലവിമാർ കൊടുത്ത ഫത്വ അല്ലേ ഇത്? ഇത് അയാളെ ഫത്വ മാത്രമാ. ഇനി ഉസൈമീന്റെ ഫത്വ നോക്കൂ. ഇത് അബ്ദുൽ മുഹ്സിൻ അബ്ബാദിന്റെ ഫത്വ ആണെങ്കിൽ ഉസൈമീന്റെ ഫത്വ നോക്കൂ. അയാളുടെ ഒരു ക്വസ്റ്റ്യന് കുറച്ച് നീണ്ടുണ്ട്, അത് ഫുൾ വായിക്കില്ല. ഹലിൽ മർഅതു കർറജിലി, ഒരു പെണ്ണ് ആണിന്റെ പോലെയാണോ? ബിൻ നിസ്ബത്തി ലിസ്സലാത്തി സുനനി അർറവാതിബി വൽ വിത്രി വസ്സലാത്തിൽ ളുഹാ, സുന്നത്ത് നിസ്കാരത്തേക്ക് അപേക്ഷിച്ചിട്ട് ആണിന്റെ പോലെയാ. അതേപോലെ വൽ ജുലൂസി ഫിൽ മസ്ജിദ് ബഅദൽ ഫജ്രി, സുബഹിസ്കരിച്ചിട്ട് അതേ മുസല്ല ദയിക്കണല്ലേ, ഹത്താ തത്ലു ശംസു, സൂര്യ ഉദിക്കുന്നത് വരെ അത് പള്ളി പോണ അലൗത്തുല. അപ്പൊ ഈ മുസൈമിന്റെ ഫത്വ, സ്വലാത്തുൽ ജമാഅത്തി മസലൻ ഖാമത് ദലീലു അലാ അന്നഹ ഖാസത്തുൻ ബിർരിജാൽ, ജമാഅത്തായ നിസ്കാരം അത് ആണുങ്ങൾക്ക് മാത്ര, പെണ്ണുങ്ങൾക്കില്ല. ഹുമുല്ലദീന തൽസമുഹും സ്വലാത്തുൽ ജമാഅത്തി, ജമാഅത്തായ നിസ്കാരം നിർബന്ധാങ്കരുത് ആണിങ്കായിത്തിക്കട്. വാങ്ങി യുസല്ലു ഫിൽ മസ്ജിദി, പള്ളിയിൽ നിസ്കരിക്കുന്നത് ആണുങ്ങളാ. വഅമ്മൽ മർഅതു പെണ്ണ ഫലാ തൽസമുഹാ സ്വലാത്തുൽ ജമാഅത്തി, അവൾക്ക് ജമാഅത്ത് നിസ്കാരം കഡ്ഡായില്ല. ലാ ഫിൽ മസ്ജിദി, പള്ളിയിലും കഡ്ഡയില്ല. മഅർ റിജാലി, ആണുങ്ങളെ കൂടെ. വലാ ഫീ ബൈതിഹാ, ഔത്തിൽ വെച്ചിട്ട് ജമാഅത്താക്കുന്നത് കഡ്ഡായില്ല. ബൽ ഇന്ന ബൈതഹാ അഫ്ളലു ലഹാ, അവളെ ഔത്തിൽ വെച്ചിട്ട് അവൾ നിസ്കരിക്കരുത്, അവൾക്ക് ഏറ്റവും നല്ലതായിത്തിക്കട് മിൻ ഹുദൂരിൽ ജമാഅത്തി മഅർ റിജാലി, ആണുങ്ങളൊട്ടിക്ക് പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കരെ കാട്ടി നല്ലത് ഒരു പെണ്ണ് അവൾ ഔത്തിലേ നിസ്കരിക്കണം ചെന്നിട്ടു. നിങ്ങളെ നേതാവ് ഉസൈമീന്റെ ഫത്വ ജൽസാത്തു റമളാനിയ എന്ന അയാളെ ഫത്വയിൽ കണ്ട് ഇത് നിങ്ങൾ ഫസ്റ്റ് പഠിപ്പാട്ടറു. എന്തിത് മൂടി വെച്ചോ? നിങ്ങളെ മൗലൈമാർ കൊടുത്ത ഫത്വ മൂടി വെച്ചിട്ട് ഈ ബജിപ്പൽ വന്നിട്ട് ആൾമാരെ ഫിത്നാക്കും നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ ഊടുത്ത സുന്നി മക്ക നിങ്ങളെ വിടലേ എന്തായിത്ത? നിങ്ങളെ ഓരോ കള്ളി ഞങ്ങൾ പുറത്തു കൊണ്ടുവരുക. ഇത് മാത്രല്ല, എത്രമാ ഫത്വ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം ആണ് പണ്ട വർഷ ഇൻഷാ അല്ലാഹ് ഗ്രന്ഥാക്കിയിട്ട് അങ്ങനെ എല്ലാ ഫത്വവും എല്ലാ ഇതും ഇൻഷാ അല്ലാഹ് പണ്ട വർഷ അത് പ്രകಟಾಕೋ ഉദ്ദേശിച്ചിട്ട് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി നോക്കറോ ഒരു ഫത്വ നാ കേൾപ്പട്ടെങ്കിൽ യമന്റെ ഒരു പെണ്ണിങ്ങ, യമന്റെ ആ പെണ്ണിങ്ങ ഒരു ക്വസ്റ്റ്യൻ കേൾക്കട്ടെ സലഫി മൗലവിട്ടിಗೆ. എന്തൊരു ക്വസ്റ്റ്യൻ ಅಂತಂದ ഹാദി സായിലത്തു മിനൽ യമൻ, യമന്റെ ഒരു പെണ്ണിങ്ങ തഖൂലു ഫീ സവാലി സുആലിഹാ, അയാള കേക്കട് വറദ അൻ റസൂലിനൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അന്ന സ്വലാത്തൽ മർഅതി ഫീ ബൈതിഹാ അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫിൽ മസ്ജിദി. ഒരു പെണ്ണിങ്ങ പള്ളിയിൽ പോയി നിസ്കരിക്കരെ കാട്ടി നല്ലത് ഔത്തിൽ നിസ്കരിക്കരുതെന്ന് ആ പെണ്ണിങ്ങ കേട്ട്. ഫസുആലി, അതുകൊണ്ട് തന്നെ എന്റെ ക്വസ്റ്റ്യൻ, ഹൽ സ്വലാത്തുൽ ളുഹുരി യൗമുൽ ജുമുഅത്തി ബിന്നിസ്ബതി ലിൽ മർഅ തകൂനു ബഅദൽ ഖുതുബത്തി ഐ വഖ്തി സ്വലാത്തി ഫിൽ മസ്ജിദി ഇൻദ സമാഇൽ അദാൻ. വെള്ളിയാസനുണ്ട് പെണ്ണിങ്ങ എപ്പ നിസ്കരിക്കണോ? പള്ളിയിലെ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കണ, ജുമാ കഴിയുടെ മുന്നലെ ളുഹുറിന്റെ വക്തിൽ നിസ്കരിക്കാമാ? ഈ ക്വസ്റ്റ്യനുക്ക് അങ്ങ് കൊടുത്ത ആൻസർ അൽ മർഅതു അൽ അഫ്ളലു സ്വലാത്തുഹാ ഫീ മൈതിഹാ ഹത്താ ഫീ മക്ക വൽ മദീന. മക്കയിലും മദീനത്തായെങ്കിലും പെണ്ണ് അവൾ ഔത്തിലെ നിസ്കരിക്കണോ? അതായിട്ട് കിട അഫ്ളല്. അൽ അഫ്ളൽ അൻ തുസല്ലി ഫീ ബൈതിഹാ ഫീ യൗമുൽ ജുമുഅ. എന്നിട്ട് അതിൽ ചൊല്ലു ജുമാ നിസ്കാരവുമായിട്ട് ഈ പെണ്ണിക്ക് ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് ജുമായുടെ വക്ത് ളുഹുറിന്റെ വക്ത് ആയെങ്കിൽ ഔത്തിൽ വെച്ചിട്ട് ആ പെണ്ണിങ്ങെ നിസ്കരിക്കണു ചൊന്നിട്ടു സലഫി മൗലവി ഇങ്ങനെ ഫത്വ കൊടുക്കൂ. അതേപോലെ ചെമ്മ ഫത്വ കൊണ്ട് ഓതുക ടൈമില്ല. സ്വാലിഹുൽ മുനജ്ജിദിന്റെ ഫത്വ, ഇബ്നു ജബ്രീന്റെ ഫത്വ, ഫതാവ ലജ്നത്തു ദായിമിന്റെ ഫത്വ, ഇബ്നു ബാസിന്റെ ഫത്വ, അബ്ദുല്ലാഹി ഇബ്നു സാലിഹിൽ ഫൗസാന്റെ ഫത്വ. നിങ്ങളെ എത്ര മൗലവിമാരെ ഫത്വ വേണോ
ഇൻഷാല്ല ഡസൻ കണക്കിൽ ഫത്വ ഞങ്ങളെ കയ്യിലുണ്ടോ. പെണ്ണുങ്ങ പള്ളിക്ക് പോവാൻ ടൗത്തിൽ നിസ്കരിക്കുന്നു വടി പാട്ടിയ ഫത്വ ഇത് മൂടി വെച്ചിട്ട് ഈ ബജിപ്പിലെ ആൾമാരെ തെരു തപ്പാട്ടാണ്ട് നിങ്ങൾ കിനാവുൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കല. ഒന്നായിത്തല്ലേ?